ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കാം. അതിനായി ഒരു 500 ഗ്രാം ബീഫ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി വേണ്ടത് 1 കപ്പ് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി തൊലി കളഞ്ഞ് 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു അരമണിക്കൂർ മസാലയൊക്കെ നന്നായി പിടിക്കാനായി വെക്കാം. അതിനുശേഷം കുക്ക് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ബീഫിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. നിങ്ങൾ ഫ്രോസൺ ബീഫാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർക്കേണ്ടി വരും. അതുപോലെ നല്ല വേവുള്ള ബീഫാണെങ്കിലും കുറച്ച് വെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇതിനി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലല്പം വെള്ളമുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ വേവേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണയൊന്ന് മെൽറ്റായി നന്നായി ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അല്പം കറിവേപ്പിലയും 2-3 പച്ചമുളക് നെടുകെ പിളർന്നതും ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് നല്ലപോലെ മൂത്തതിന് ശേഷം ബീഫ് ചേർക്കാം. ഇപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതല്പം സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് അത്ര എരിവ് ആവശ്യമില്ല എങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ അളവ് കുറച്ച് ചേർക്കാവുന്നതാണ്. ഇത് എത്രത്തോളം ഡ്രൈ ആക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതൊക്കെ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അധികം ഡ്രൈ ആവേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.